ഹാഫ് ആ അത് തന്നെ പാടത്തിന്. ഹായ്, വെൽക്കം ടു സ്ട്രീം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നിങ്ങളുടെ ഇത് കൂട്ടി വിശേഷങ്ങൾ അത് കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ഓൾമോസ്റ്റ് വ്ളോഗിലൂടെ അറിയാറുണ്ടല്ലോ. അപ്പം കുറേ പേര് അവരുടെ വിശേഷങ്ങളൊക്കെ ചെറിയ വിശേഷങ്ങളൊക്കെ കമന്റിലൂടെ ഇപ്പം ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ വിശേഷങ്ങളൊക്കെ അറിയുന്നത് എനിക്കും സന്തോഷമാണ് കേട്ടോ. അപ്പം പറയാൻ പറ്റുന്ന ഷെയർ ചെയ്യാൻ പറ്റുന്ന വിശേഷങ്ങളാണെങ്കിൽ കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക, എനിക്കറിയാൻ ഇഷ്ടമാണ്. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു ചെറിയ സ്പെഷ്യൽ വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ പറയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അപ്പം ഞാനിത് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം എനിക്കിങ്ങനെ എന്തെങ്കിലും വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യലാണല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കേക്കിൻ്റെ റെസിപ്പി പറയാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇതിപ്പോൾ ഇട്ടേക്കുന്നത് 1/4 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് മൈദയുടെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പം ആ ഒരു ടേബിൾ സ്പൂണിലാണ് ഞാനിപ്പം ഇത് ടേബിൾ സ്പൂൺ മെഷർമെൻ്റാണ്. പിന്നെ ഇടുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എൻ്റെ ഈ മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂണും ഒക്കെ ഞാൻ പുതിയതായിട്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. എനിക്ക് കുറേ നാളായിട്ട് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് ഈ ഗോൾഡൻ സംഭവം. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒന്നുകിൽ ടാഗ് ചെയ്യാം അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പം ഈ സംഭവങ്ങൾ എല്ലാം കൂടെ ഒന്ന് സീവ് ചെയ്യുക. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, അത് അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടർ തന്നെയാണ് കേക്കിൽ ഇടുന്നത്, അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. ഇത് 3 പ്രാവശ്യമെങ്കിലും മിനിമം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്യണം കേട്ടോ. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. 3 പ്രാവശ്യം സീവ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചു. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബട്ടർ, അത് 60 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറുള്ളത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് എണ്ണ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒലിവ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ അങ്ങനെ ഏത് എണ്ണയായാലും മതി. ഈ ബട്ടറും എണ്ണയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. 1/4 കപ്പ് എണ്ണ മതി കേട്ടോ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിലോട്ട് ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. 1 കപ്പ് ബ്രൗൺ ഷുഗർ, പൊടിച്ചതൊന്നുമല്ല, പൊടിക്കാത്ത ബ്രൗൺ ഷുഗർ അങ്ങനെ തന്നെ ചേർത്തിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള തണുക്കാത്ത 2 മുട്ട. അപ്പോൾ ഇതെല്ലാം രാവിലെ എടുത്ത് പുറത്ത് വെച്ചിരുന്നതാണ് 2 മുട്ട. ഇത് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വാനില എസൻസ് 2 ടീസ്പൂണും കൂടി ഇട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ആ മുട്ടയുടെ ആ ഒരു മണം വല്ലാത്തൊരു ബാഡ് സ്മെല്ല് വരാതിരിക്കും. ഇതിപ്പോൾ വൈറ്റ് വാനില എസൻസ് എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഈ കളറ്. എൻ്റെ വാനില എസൻസ് ആണ് ബ്രൗൺ കളർ എനിക്ക്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ ഇതാണ് കിട്ടിയത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ബട്ടർ മിൽക്ക്, തൈര് 1/2 കപ്പ് ഇപ്പം ചേർത്തു. അത് ഒട്ടും തണുക്കാത്ത തൈരാണ് കേട്ടോ. ഒന്നെങ്കിൽ തൈര് ഒന്ന് ചെറുതായിട്ട് മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് തണുപ്പ് മാറ്റുക, അല്ലെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെക്കുക. പക്ഷെ ഒരുപാട് പുളിയും പാടില്ല, കുറച്ച് മീഡിയം കട്ടിയുള്ള തൈരാണ്, ഒത്തിരി കട്ട തൈരല്ല കേട്ടോ. അപ്പോൾ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാനിപ്പോൾ ചേർക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണ്ട, 2 ഭാഗമായിട്ട് ചേർത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പിന്നെ ലോ സ്പീഡിലിട്ട് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവും കേട്ടോ. ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് എടുക്കരുത്. ഇപ്പോൾ ചേർക്കുന്നത് ബിസ്കോഫ് സ്പ്രെഡ്. ഇത് ലോട്ടസ് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ബിസ്കോഫ് സ്പ്രെഡ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്തൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് ആമസോണിൽ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ബിസ്കോഫ് സ്പ്രെഡ്, സ്മൂത്ത് ബിസ്കോഫ് സ്പ്രെഡ് എന്നൊരു സംഭവമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് നോക്കാനായിട്ട് എളുപ്പത്തിന്. പിന്നെ ഈ ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റ്, അത് ഒന്നെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുക്കീസ് എന്ന് പറയാം. അത് ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റാണ്, 2 സെപ്പറേറ്റ് ബിസ്ക്കറ്റാണ്, ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ്. അത് ചുമ്മാ കൈവച്ചിട്ട് ഒന്ന് പൊടിച്ചിടുക. അതൊരു 7-8 ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ടാൽ മതി. ജസ്റ്റ് കൈവച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിടുക. എന്നിട്ട് നന്നായിട്ട് ഇത് ചേർക്കുമ്പോഴത്തേക്കും ഭയങ്കര എക്സലൻ്റ് മണമാണ് കേട്ടോ. കേക്കിൻ്റെ അതുവരെയുള്ള ആ മട്ടങ്ങ് പാടെ മാറും. നമുക്ക് അപ്പം തന്നെ അതെന്ന് വെച്ചാൽ സംഭവം സൂപ്പർ ടേസ്റ്റാണ്. ലോട്ടസ് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടില്ലേ, ആ ഒരു മണം കേക്കിന് സൂപ്പർ. ഐസ്ക്രീമിൻ്റെ മണമൊന്നുമല്ല ഇത്, ആ മണം തന്നെ അങ്ങ് എക്സലൻ്റ് ആണ്. ആ ബട്ടർ ഞാൻ ഇവിടെ മേടിച്ച് വെച്ചപ്പോൾ തൊട്ട് പകുതി ചാറായി. മുരളിയാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും, ചുമ്മാ എടുക്കാൻ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് കേക്ക് ടിന്നിലോട്ടാക്കി
വെറുതെ ഞാൻ ഇച്ചിരി ഈ ആൽമണ്ട് ഫ്ലേക്സ് ഇല്ലേ, ആമസോണിൽ നിന്ന് വെറുതെ ഒന്ന് രസത്തിന് ഇങ്ങനെ കേക്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മേടിച്ച് വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. അതിടണം എന്ന് ഒട്ടും നിർബന്ധമില്ല. കാരണം ഈ ലോട്ടസ് ബിസ്കോഫ് കേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലെയിൻ കേക്കായിട്ടല്ല ആരും ഉണ്ടാക്കുന്നത്, എല്ലാവരും ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ ഫ്രോസ്റ്റിംഗ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ ഈ ഒരു കേക്ക് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പുറത്ത് കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് ഇട്ടു, ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു. എൻ്റെ കേക്ക് ടീൻ കുറച്ച് ചെറുതായിരുന്നു കേട്ടോ, ഇത് കുറച്ച് വലിയ കേക്കാണ്. അപ്പം കുറച്ച് മുകളിലോട്ട് പൊങ്ങിപ്പോയി, അതുകൊണ്ടാണ് സൈഡ് കുറച്ച് ബ്രൗൺ ആയി പോയത്. കുറച്ചുകൂടെ വലിയ കേക്ക് ടീൻ എടുക്കണമായിരുന്നു. നിങ്ങളിപ്പം സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ആ ഓവൻ സെറ്റപ്പ് അടിയിൽ ഒരു വലിയ പാത്രം വെക്കുക, അകത്തൊരു സ്റ്റാൻഡ് വെക്കുക, ഉപ്പൊന്നും ഇടണ്ട. അതിനകത്ത് ഒരു 45 to 50 മിനിറ്റ് ആ പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് 45 to 50 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം ചൂടാക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിൽ സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യുക കേട്ടോ, പാത്രത്തിനകത്തോട്ട് ഈ കേക്ക് ടിനെ ഇറക്കി വെച്ചിട്ട്. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ആ കേക്ക് എടുത്ത് പുറത്ത് വെക്കുക, തണക്കാൻ വെക്കുമ്പോഴത്തേക്ക് ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഈ കേക്കും കൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒരു റിസോർട്ടിൽ വന്നു. അതാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടാണ് ഈ ലോട്ടസ് ബിസ്കോഫ് കേക്ക്. എപ്പോഴും കഴിക്കുന്ന ഒരു കേക്ക് വേണ്ട, ഒരു വെറൈറ്റി കേക്ക്. അപ്പം ഫ്രോസ്റ്റിംഗ് വെച്ചിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു പ്ലെയിൻ കേക്കായിട്ട് ഉണ്ടാക്കി, ഒരുപാട് മധുരം വേണ്ടാന്ന് വെച്ചിട്ട്. എന്നിട്ട് പുള്ളിയുടെ കുളിക്കാൻ പോയ സമയത്ത് ക്യാൻഡിലും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഫ്ലവേഴ്സൊക്കെ ഓൾറെഡി ബെഡിൽ ഹോട്ടലുകാർ തന്നെ വെച്ചിരുന്നതാണ് കേട്ടോ. വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരു രസമല്ലേ. കേക്ക് മുറിച്ച് ഞങ്ങൾ കഴിച്ചു. ഞാനൊരു ഹോം മെയ്ഡ് വൈനൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നു. അത് ഇവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിലുണ്ടായിരുന്നൊരു അവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. ഈ ലോട്ടസ് ബിസ്കോഫ് കേക്ക് ഒരു മസ്റ്റ് ട്രൈ കേക്കാണ് കേട്ടോ. പുള്ളിയിടം പറഞ്ഞത് കേട്ടല്ലോ, അത്ര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അത് നല്ലൊരു മോയിസ്റ്റ് ഒരു ടെക്സ്ചർ, ആ ഒരു ടേസ്റ്റ്, ആ ബിസ്കോഫിൻ്റെ ടേസ്റ്റ്. ഈ ഒരു ബിസ്കോഫ് സ്പ്രെഡ് മേടിക്കണം, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ആമസോണിൽ 600 ഒക്കെയാണ് അതിൻ്റെ റേറ്റ്. പക്ഷേ അത് മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഒരു 4-5 പ്രാവശ്യം ഈ കേക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് അത് നഷ്ടമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ വൈകുന്നേരം ഈ റിസോർട്ടിൽ വെറുതെ ഒന്ന് നടക്കാനായിട്ടൊക്കെ ഇറങ്ങിയതാണ്. നല്ല ഒരു റിലാക്സിങ് ഫീലാണ് കേട്ടോ. ഇങ്ങനെ കുറേ ദിവസമായി ഇപ്പം റിസോർട്ടിലൊന്ന് പോയി എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്തിട്ട്. ശരിക്കും നേരത്തെ ഞങ്ങൾ എപ്പോഴെങ്കിലും മാസത്തിൽ 2 ദിവസമൊക്കെ പോകണം എന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ ഇപ്പം ഡിസംബർ ഹോങ്കോങ് ട്രിപ്പിന് ശേഷം എങ്ങും പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ വന്ന് ഇത് ശരിക്കും ഒരു കാടിന് അകത്തുള്ളൊരു സ്ഥലമാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ കാട്ടിനകത്തൊക്കെ ഇങ്ങനെ വന്ന്. ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു പാറയാണ്. ഞാനിപ്പോൾ ചോദിച്ചത് നാച്ചുറൽ പാറ തന്നെയാണ് കേട്ടോ. ഒരു മൊത്തം കാടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എങ്ങാണ്ടാണ് ഈ റിസോർട്ട്. ഭൂതത്താങ്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ എൻട്രൻസിലാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നോക്കിയപ്പോഴത്തേക്ക് മൊത്തം ഇങ്ങനെ കാടാണ് ഇതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ. അതിൻ്റെ ഒരു എൻട്രൻസിലാണ്. ചൂടാണ് ആക്ച്വലി, എന്നാലും പക്ഷെ ചൂടത്ത് വെളിയിലേക്ക് ഇങ്ങനെ ഈ ഒരു ശാന്തസുന്ദരമായ ഭയങ്കര പ്ലസൻറ്റ് നിശബ്ദത, അതാണ് എൻ്റെ ഏറ്റവും വലിയ. ഒട്ടും ഒച്ചയില്ല. വലിയൊരു എന്താ പറയുന്നത് ഹൈഫൈ എന്നൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഒരു കാം ആൻഡ് ക്വയറ്റ്. ആകെ 9 റൂമേ ഉള്ളൂ. പിന്നെ ഒറിജിനൽ ഫാം സ്റ്റേ എന്ന് പറയാനൊന്നും പറ്റുന്നില്ല. ഒരു എന്താ പറയുന്നത് ഒരു ഗ്രീനറിയുടെ നടുക്കുള്ള ഒരു 9 റൂം. അതിങ്ങനെ പല രീതിയിൽ 4 കാറ്റഗറിയൊക്കെ ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് വേറൊരു ഫാം സ്റ്റേയിൽ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ റീൽസൊക്കെ നോക്കി കണ്ട് ജിബീസ് ഫാം സ്റ്റേ എന്നൊരു സ്ഥലവും ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ എപ്പോഴേലും പോകണം. അത് പക്ഷേ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് വേറൊരു ഫാമിലി 2-3 ഫാമിലി ഒരുമിച്ചുണ്ടെങ്കിൽ അവിടെ പോകാം. അതെ, അതൊരു ട്വിൻ റൂമും 3 ബെഡ്റൂം അങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റത്തില്ല. ഞാൻ അതാണ് ആദ്യം അന്വേഷിച്ച്. അതിനെയും ആരെങ്കിലും ഒരുമിച്ചുണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മാത്രമേ ഒറ്റയ്ക്ക് വരാൻ പറ്റിയ സ്ഥലമുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തത്. അതൊന്നെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ട് പോയാലേ പറ്റുള്ളൂ. അതെനിക്കിനിയും അടുത്ത എൻ്റെ പ്രിഫറൻസുള്ള. ഞാനിങ്ങനെ ഫാം സ്റ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ സ്ഥലമാണിത്. എൻ്റെ കാല് വേദനിക്കുന്നതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. ഞാൻ എഴുന്നേക്കാം.
ഇവിടെ വന്ന് ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇന്നലെ രാത്രിയിലൊക്കെ ഞാൻ ചത്ത് ഉറങ്ങി വീഴുമായിരുന്നു. ഓട്ടമായിരുന്നു. ഇന്നലെ കേക്ക് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഓട്ടം, ഡാൻസ് പ്രാക്ടീസ്, അത് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ടയർഡായിപ്പോയി. അങ്ങനെ ഞാൻ എൻ്റെ കൈ ഈ വിരലൊക്കെ തന്നെ ഇന്നിപ്പോൾ ഞാൻ ഒരു വൈകുന്നേരം ഒരു വീഡിയോ, ആഴ്ചയിലൊരിക്കലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. എന്നാലും എല്ലാം കൂടെ ചെയ്തിട്ട് എൻ്റെ വിരൽ വരെ വേദന എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു എന്താ ഇങ്ങനെ ശരീരവേദന വെച്ച് ഡെയിലി യോഗ, സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് ബ്ലഡ് ഫ്ലോ ഒന്നും ഇല്ലെന്ന്. കുറേ കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നാ എന്ത് ചെയ്യാനോ, നമുക്ക് ഓടിയല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ വല്ലപ്പോഴും പോയി എവിടെയെങ്കിലും പോയി മനസ്സെങ്കിലും ഒന്ന് ശാന്തമാക്കി എനർജി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ എനിക്ക് തന്നെ ഒരു റിജുവിനേറ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ. സ്ഥിരം വരുമ്പോൾ ആകാശം മുട്ടോളം എടുത്തിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു സൈഡേ മെയിൻ റോഡ് റൂമിൻ്റെ ബാൽക്കണിയിൽ ഉള്ളൊരു ലൈറ്റ്, റാന്തൽ ലൈറ്റ്, നല്ല രസമുണ്ടല്ലേ. ഇത് അങ്ങനെ ഒറിജിനൽ റാന്തൽ ലൈറ്റ് വിളക്കല്ല, ഒരു ലൈറ്റാണ് കേട്ടോ, ബൾബാണ് കത്തിട്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു കാണാൻ മൊത്തത്തിൽ നല്ലൊരു ഫീലാണ്. വെളിയിൽ നല്ല കൊടും കാടാണ്, ഒന്നും കാണുന്നില്ല എന്ന് എനിക്കറിയാം. നല്ല ഒരു ഒച്ച കേൾക്കുന്നുണ്ടോ, കാടിൻ്റെ ഒച്ചയൊന്നും അല്ല, സാധാരണ നമ്മൾ വീട്ടിൽ രാത്രി കേൾക്കുന്ന ഒച്ച തന്നെയാണ്. പക്ഷെ എന്നാലും വെളിയിലോട്ട് നോക്കുമ്പോൾ ആ മുകളിലൊക്കെ നല്ല കൊടും കാടാണ് കേട്ടോ. ഭൂതത്താൻകെട്ടിൻ്റെ ആ മുകളിലോട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഡേ മോർണിംഗ് ആണ്. ആ കൂടാരം പോലെ കാണുന്നില്ലേ, അതിൻ്റെ താഴത്താണ് ഞങ്ങളുടെ റൂമുള്ളത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നടന്ന് കയറ്റമൊക്കെ കയറി ഞങ്ങൾ ഇവിടെ എത്തി. കുറേ ദൂരം നടന്നു, കുറേ ദൂരമില്ല, ഒരു 5 മിനിറ്റ് നടന്നുള്ളൂ. പക്ഷെ നല്ല കയറ്റം ഉണ്ടായിരുന്നു കേട്ടോ. നടന്ന് ഈ കയറ് പോലെ കട്ടിൽ കണ്ടോ, പഴയ കാലത്തെ കട്ടിലൊക്കെ പോലെ. ഇപ്പോൾ ഇവിടെ ഒരു കൂടാരമൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് മുകളിൽ റെസ്റ്റ് എടുക്കാൻ ചെറിയൊരു കൂടാരം പോലെ. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഒരു അരമണിക്കൂറായി ഞങ്ങൾ ഇരിപ്പ് തുടങ്ങിയിട്ട്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇരുന്നൊക്കെ കാറ്റ് ചെറുതായിട്ടുണ്ടെങ്കിൽ നല്ല കുഴപ്പമൊന്നുമില്ല, രസമാണ്. പിന്നെ കണ്ടില്ലേ, ഇതെല്ലാം തണുത്ത ചൂടാണ്. കാറ്റുണ്ട്, കാറ്റിന് നല്ല തണുപ്പുണ്ട്. കാറ്റ് വരുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ചെടികൾ മരങ്ങളായി വരുന്നുണ്ട്. ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിടികിട്ടിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാനൊരു ഇലയുടെ അടുത്ത് വരാം. ഇത് ഫുള്ള് ഒരേ സംഭവമാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇല. ഇതൊന്നും അറിഞ്ഞൂടെ എന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കരുത്, മനസ്സിലാവുന്നില്ല ഞാൻ കണ്ടുപേർക്ക്. ഇനിയും ഞങ്ങൾ പോകാൻ പോകുന്നത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങ് ദൂരെ ഒരു ചെറിയൊരു വേറൊരു ഹട്ട് പോലെ ഓലപ്പുര കാണുന്നുണ്ടോ, അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. സൂം ചെയ്ത് കാണിക്കാം. കാണുന്നില്ലേ ഒരു ഓലപ്പുര, അത് ഞങ്ങളുടെ റൂമിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്നൊരു സംഭവമാണ്. അപ്പം ആ സ്ഥലം ലക്ഷ്യമാക്കി ഇവിടെ എന്തെങ്കിലും താഴെ ഇറങ്ങി ആ റൂമിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നടന്ന് നമുക്കിനിയും അപ്പം എന്നെ കണ്ട ഒരു കാട്ടിനകത്തൊക്കെ നടക്കുന്നൊരു ഫീലില്ലേ, ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു കാട്ടിനകത്ത് കൂടെയാണ് നടക്കുന്നത്. ആ സൈഡ് ഫുള്ള് നല്ല കാടാ. നല്ല ക്ഷീണിച്ചു കേട്ടോ ഞാൻ. ഇവരോടും പറയാം, കുറച്ച് വെയിൽ കൊണ്ട് നടന്ന ഉടനെ അങ്ങ് വാടിപ്പോയി. പിന്നെ റോസാപ്പൂ പോലെയാണ്, വാടിപ്പോവും പെട്ടെന്ന്. നമ്മുടെ റൂം ഇതല്ലേ, ഇതാണ് ഞങ്ങളുടെ റൂം. എൻ്റെ മുകളിൽ വേറെന്തോ റൂമാണ്. അതിങ്ങനെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ വന്നാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ബഗ്ഗി ബെഡ് പോലത്തെ സാധനം ഇട്ട് അങ്ങനെ കിടക്കാമെന്നാണ് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കണ്ടത്. അങ്ങനെ അപ്പുറത്തും അതേപോലത്തെ സംഭവങ്ങളാണ്. മുരളിയേട്ടൻ ഫ്രണ്ടിൽ നടന്നു പോകുന്നു. നമ്മുടെ ഹട്ട് അവിടെ അങ്ങ് ദൂരെ കാണുന്നില്ലേ, ആ മുകളിൽ നിന്ന് കാണിച്ചു തന്ന ഹട്ട്, അത് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇവിടെ മഴ സമയത്ത് വെള്ളം ഈ ചാലിൽ കൂടെ പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ അതേ ഉണങ്ങി വരണ്ടിരിക്കുന്നത്, വെറും കല്ലുകളേ ഉള്ളൂ. ഞങ്ങളത് അങ്ങോന്ന് നടന്ന് ഇവിടെ ഒരു ഏറുമാടത്തിലെത്തി. ഫസ്റ്റ് ഏറുമാടത്തിൽ അപ്പുറത്ത് ജസ്റ്റ് ഒരു ബ്രിഡ്ജ് പോലെയുള്ളൂ, ഓല ഒരു മേഞ്ഞിട്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ പണ്ട് വീട്ടിൽ പായിപ്പാട് പോകുമ്പോഴത്തേക്കും മുരളിയേട്ടനോടാണ് പറയുന്നത്. മുരളിയുടെ തെക്കോട്ട് നോക്കിയിരിക്കുന്നു. എനിക്ക് മുരളിയേട്ടൻ വിചാരിച്ച് ഞാൻ വീഡിയോയിൽ പറയാണ്, അല്ല മുരളിയേട്ടനോട് പറയാണ്, വീഡിയോയിൽ മുരളിയേട്ടനോടും കൂടി പറയാണ്. ഒരു എൻ്റെ പഴയ കഥകൾ പറയാം. എനിക്ക് 2 മാസം വെക്കേഷൻ ഞാൻ അവിടെ പോയി അവിടെ കൊണ്ട് നിർത്തുമായിരുന്നു എന്നെ. അപ്പം എനിക്ക് ഇതേപോലത്തെ കുഞ്ഞ് ഓലപ്പുര, ഇങ്ങനത്തെ അല്ല, ചെറിയൊരു സംഭവം കുട്ടി, അതിനകത്ത് ഇങ്ങനെ എങ്ങനെ ഇപ്പം പറഞ്ഞു തരിക, ഹൈറ്റ് ഉണ്ട് ചെറുത്, പകുതിയിൽ ഇങ്ങനെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ല ഹാഫ്, അത് തന്നെ പാടത്തിന്റെ നടുക്കിരിക്കുന്ന ഹാഫ്, അതിലിരിക്കാൻ സ്ഥലം അങ്ങനെ തന്നെ. അത് അങ്ങനെ പണിയിച്ചിട്ട് അതിൽ കയറി ഇരുന്ന് ഞാൻ ചിരട്ടയൊക്കെ വെച്ചിട്ട്
കിച്ചൺ ഇതൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ സ്ഥിരം വെക്കേഷൻ പോകുമ്പോൾ 2 മാസം എന്നിട്ട് ഞാൻ പകലൊക്കെ അതിനകത്താണ്. എനിക്ക് ഇച്ചിരി ചുരുണ്ട് കിടക്കാനൊക്കെ സ്ഥലമുണ്ട്. അങ്ങനെ ഇങ്ങനെ പണിയിച്ച് തരുമായിരുന്നു. നല്ല രസമായിരുന്നു. പകലൊക്കെ അതിനകത്ത് ഇങ്ങനെ ഇരിക്കും. കമ്പനിയൊന്നുമില്ല. കുറച്ച് വലുതായിട്ടായിരുന്നു അവിടെ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, കല ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. അത് കുറച്ച് വലുതായിട്ട്. പക്ഷേ ഈ വീടുള്ള സമയത്ത് അത് വീട് വെച്ചിരുന്നത് ഞാൻ കൊച്ചിലെയാണ്. ആ സമയത്ത് എനിക്ക് കമ്പനിയൊന്നുമില്ല. അതിങ്ങനെ പണിയിച്ചിട്ട് അവിടുത്തെ പണിക്കാരെ കൊണ്ട് അതൊക്കെ പണിയിച്ച് വന്നിട്ട് ഞാൻ അതിനകത്തിരുന്ന് ഇങ്ങനെ കളിക്കും. ചിരട്ടയൊക്കെ വെച്ച് അത് ഞാൻ എങ്ങനെ ചോറ് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എങ്ങനെ കുക്ക് ചെയ്യുന്നത്, ഞാൻ വെളിയിൽ അടുപ്പുണ്ടാക്കുമോ, എങ്ങനെയൊക്കെ ഞാൻ ചോറുണ്ടാക്കി കളിക്കും. അത് എങ്ങനെയാണ് ചോറുണ്ടാക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ചിരട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കുമായിരുന്നു. നല്ല രസമായിരുന്നു ഇതൊക്കെ. 2 months എന്നിട്ടുണ്ടല്ലോ 2 മാസം ഞാൻ അവിടെ നിന്നിട്ട് പപ്പ അമ്മേനെ വിളിക്കാൻ വരുമ്പോഴത്തേക്കും എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വീർത്ത് വണ്ണം വെച്ച് ഗുഡ് ഫുഡൊക്കെ കഴിച്ച് ഞാനിങ്ങനെ തടി വെച്ച് മമ്മയും ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും ഞാൻ നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ അവിടെ ഒരു മുക്കാഡൻസ് എന്നും പറഞ്ഞൊരു തയ്യക്കടയൊക്കെ ഉണ്ട് അവിടെ പായ്പാടടുത്ത്. അവിടെ നിന്ന് എനിക്ക് വേറെ പുതിയ ഡ്രസ്സൊക്കെ തയ്ച്ച് ഞാനിങ്ങനെ ഉരുണ്ട് വീർത്ത് ചക്കപ്പോത്ത് പോലിരിക്കും. അപ്പോൾ അമ്മയും ഇങ്ങനെ പപ്പയാണ് കൂടുതൽ ഞെട്ടിപ്പോവും ഞാൻ എന്തെങ്കിലും വീർത്തിരിക്കുന്നതെന്നുള്ള ഹോട്ടലിൽ തിരിച്ച് വിളിക്കാൻ വരുമ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. നല്ല ഫുഡാണ്. മമ്മിയുടെ സൂപ്പർ ടേസ്റ്റുള്ള നല്ല ചിക്കനും പിന്നെ മീനിൻ്റെ മുട്ടൊക്കെ കേട്ടിട്ടുണ്ടോ, പനിഞ്ഞില് അത് വെച്ചിട്ട് ഓംലെറ്റോ ഉരുളേട്ടന് അറയ്ക്കുന്നത് കേൾക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് വായിന്ന് വെള്ളം ഞാൻ പിന്നെ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. മീനിൻ്റെ മുട്ട പനിഞ്ഞിലെന്നാണ് പറയുന്നത്. അത് വെച്ചിട്ട് ഓംലെറ്റ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു മമ്മി ഉണ്ടാക്കുന്നത്. പിന്നെ ഒന്നും ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അതൊക്കെ വേറെ കാലം. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം വേറൊരിത്. പിന്നെ കോഴിയുടെ പുറയിലോടും അവിടെ നിന്ന് അവിടെ കോഴി ഇതൊക്കെ ഉണ്ട്. കോഴിയുടെ പുറയിലോടല്, പശു ഞാൻ പറഞ്ഞില്ലേ പശു പ്രസവിക്കുന്നൊക്കെ ഇല്ല. ആ റൂമിൽ ഇരുന്ന് ഇല്ല ഞാൻ തന്നെ അത് ബെഡ്റൂമിൽ. പക്ഷെ പശു പ്രസവിക്കുന്ന ദിവസമൊക്കെ ഞാൻ അവിടെ പോയി മമ്മിയുടെ കൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. രാത്രിയിലൊക്കെ പശു പ്രസവിക്കുന്നതാണ്. മമ്മിയിൽ ഉറങ്ങാതിരിക്കും, ഞാൻ രാത്രി പോയി വെയിറ്റ് ചെയ്യും. ഫുൾ ടൈം അതിൻ്റെ കൂടെ ഒന്നും പോയിരിക്കില്ല. പക്ഷെ അത്ര അടുത്തൊന്നും പോയിരിക്കില്ല. പ്രസവിക്കുന്ന ദിവസമൊക്കെ മമ്മി ഉറങ്ങാതിരിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നല്ല രസമായിരുന്നു അതൊക്കെ. മുല്ലേട്ടന് 2 ദിവസം നല്ല ദിവസങ്ങളായിരുന്നോ? ഞാൻ ക്യാൻഡിൽ വെച്ചതും കേക്കും ഒക്കെ ഇഷ്ടപ്പെട്ടോ? മുല്ലേട്ടൻ ബാത്റൂമിൽ കയറിയ സമയം നോക്കി ഞാൻ വേഗം അതെല്ലാം അറേഞ്ച് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം 2 ദിവസം നല്ല ദിവസങ്ങളായിട്ട് പോയി. അപ്പം നമുക്ക് ഉള്ള സമയം സന്തോഷിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത സമയം ഞാൻ എപ്പോഴും കരഞ്ഞു പോവുകയാണ് ഇരിക്കുന്നത്. അതെ, വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ പഴയ മോഡലോട്ടായി പോകാറുണ്ട്. എന്നാലും മാക്സിമം സന്തോഷിക്കാൻ ശ്രമിക്കുക ഉള്ളപ്പോൾ. കുറച്ചൊരു ചേഞ്ച് ആകുമ്പം നമ്മൾ ആ ഒരു മോഡിൽ നിന്ന് മാറുമല്ലോ, അത്രേ ഉള്ളൂ. വീട്ടിലത്തെ പക്ഷേ ബിസിയാണ്. ഡാൻസ് ക്ലാസ് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതിലും ഡാൻസിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊരു വേറൊരു മെഡിറ്റേറ്റിംഗ് പ്രോസസ്സ് പോലെയാണല്ലോ. നല്ല രസമാണ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം. പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.